സൈലം ലേണിംഗ് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പൊ നമ്മളിതാ വൺ ഷോട്ട് റിവിഷൻസ് ഒക്കെ തകൃതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ബയോളജിയിൽ നമുക്കറിയാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ലൈഫ് പ്രോസസ്. രണ്ടാമത്തെ ഇതേപോലെ വെയിറ്റേജ് വരുന്ന വളരെ ഇമ്പോർട്ടൻസോട് കൂടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും ഓരോ കോൺസെപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്നലത്തെ ലൈവിൽ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ എങ്ങനെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ തന്നെ നമ്മൾ ബ്രെയിൻ പഠിക്കുന്നുണ്ട്, ന്യൂറോൺ പഠിക്കുന്നുണ്ട്, അതുമാത്രമല്ല ഹോർമോൺസുകൾ, പ്ലാന്റ്സിലുള്ള മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്കൊരു വലിയ ഗുഡ് ന്യൂസ് ഉണ്ട്, അതുകൂടെ പറയാനാണുള്ളത്. നമ്മുടെ നെക്സ്റ്റ് എക്സാം ഒക്ടോബർ 6 വരാൻ പോകുന്നത്. നമ്മുടെ സൈലത്തിൻ്റെ 2 ഇയർ പ്രീമിയർ പ്രോഗ്രാമാണ് എന്താ നമ്മുടെ സൈലം സ്കൂളുകളിലൂടെ നിങ്ങൾക്ക് +1 +2നോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നീറ്റ് JEE പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനുള്ള ഒരു എൻട്രൻസ് എക്സാം 100% സ്കോളർഷിപ്പോട് കൂടെ നടത്തുന്ന ഒരു എക്സാമാണ് എന്താ നമ്മുടെ നെക്സ്റ്റ് എക്സാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞു, ഇനി രണ്ടാമത് വരുന്നത് ഒക്ടോബർ 6. അപ്പോൾ 1 മന്തിന് മേലെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹാർഡ് വർക്കും ഇപ്പോഴേ തുടങ്ങണം. എക്സാംസ് കാര്യങ്ങൾ സിലബസ് ഒക്കെ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ സൈലം സ്കൂളിലേക്ക് നേരെ പോരുക. +1 +2 കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നീറ്റ് JEE അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ ഡ്രീം അത് ക്രാക്ക് ചെയ്യാനുള്ളൊരു വലിയ അവസരമാണ് കേട്ടോ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനും അത് അടയാളപ്പെടുത്താനും. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് അറിയാം എങ്ങനെ നമുക്ക് ന്യൂറോണിൻ്റെ ഫിഗർ വരയ്ക്കാൻ പറ്റും. ഒന്നുമില്ല, സിമ്പിളാണ്. ഇതുപോലെ ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് അങ്ങ് വരയ്ക്കുക, എന്നിട്ട് ഇതൊന്ന് നീളത്തിൽ വരയ്ക്കുക. ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നു. ഈ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതിൻ്റെ അറ്റത്തായിട്ട് എന്താണ്, ചെറിയ നോബ്സുകൾ ഉണ്ട്. നമുക്കറിയാം ചെറിയ നോബ്സുകൾ ഉണ്ട് ഈ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതിൻ്റെ അറ്റത്തായിട്ട്, ഇല്ലേ? യെസ്, ഇവിടെയും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഇവിടെയും ചെറിയ ബ്രാഞ്ചസ് ഉണ്ട്. ഇതിന് ചുറ്റുമായിട്ട് ഷ്വാൻ സെൽസും നമുക്ക് കാണാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂറോണ് വരയ്ക്കാൻ പറ്റും. അപ്പം നോക്കാം, ന്യൂറോണിലെ ഈ ഒരു സെൻറ്ററിൽ ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാം. ആ ന്യൂക്ലിയസ് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഏരിയനെയാണ് നമ്മൾ സെൽ ബോഡി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സൈറ്റോൺ എന്ന് പറയാം. സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്ന് പറയാം. അതല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗത്തിനെ നമ്മൾ ഡെൻഡ്രൈറ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ ലോങ്ങസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ആക്സോൺ ആണ്. ആക്സോണിനെ കവർ ചെയ്ത് നിങ്ങൾ ഇവിടെ കാണുന്നതാണ് എന്താ, നമ്മുടെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുകളെ നമ്മൾ ഷ്വാൻ സെൽസ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നെർവ് എൻഡിങ്സിലേക്കാണ് വരുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സിനാപ്റ്റിക് നോബുകൾ കാണാം. അപ്പം ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്തായാലും വരയ്ക്കാൻ പഠിക്കുക. ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യണം, ലേബൽ ചെയ്യാനും പഠിച്ച് വെക്കേണ്ടതാണ്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഹാപ്പൻസ് അറ്റ് ദി സിനാപ്സ് ബിറ്റ്വീൻ 2 ന്യൂറോൺ. നമ്മൾ സിനാപ്സ് പഠിക്കുന്നതാണ്, അതായത് 2 ന്യൂറോണുകൾ ചേരുന്നിടത്തോ, ന്യൂറോണും മസിൽ ചേരുന്നിടത്തോ അല്ലെങ്കിൽ ന്യൂറോൺ ഗ്ലാൻഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത് അല്ലേ. സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഹാപ്പൻസ് അറ്റ് ദി സിനാപ്സ് ബിറ്റ്വീൻ 2 ന്യൂറോൺ. 2 ന്യൂറോണുകൾ ചേരുന്ന ആ സിനാപ്സിൽ എന്ത് സംഭവിക്കുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ദർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം സിനാപ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു ന്യൂറോണിൽ നിന്ന് തൊട്ടടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ സിനാപ്സിൽ എന്ത് സംഭവിക്കണം, നിങ്ങൾ ഈ കാണുന്നുണ്ട് ഈ ഒരു സിനാപ്റ്റിക് നോബ് വന്ന് നമ്മുടെ മസിലിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് നമ്മൾ പറയും. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഗ്ലാൻഡുലാർ സെല്ലിലേക്ക് വരാം, അതല്ലെങ്കിൽ ന്യൂറോണിലേക്കും ജോയിൻ ചെയ്യാം. അപ്പം അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ സിനാപ്സ് ഉണ്ട് അല്ലേ. ഇവിടെ സിനാപ്റ്റിക് നോബ്, ഇത് അടുത്ത ഡെൻഡ്രൈറ്റ്. ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
സിനാപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇലക്ട്രിക് സിഗ്നൽ കെമിക്കൽ എനർജി ആയിട്ട് മാറി പിന്നീട് ഇത് തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പോകുന്നത്. അപ്പം എങ്ങനെ നമുക്കിവിടെ എന്ത് നടക്കുന്നു എന്ന് എഴുതാം. സിനാപ്സ് ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഇലക്ട്രിക് സിഗ്നൽസ് ആർ കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ സിഗ്നൽസ് ആൻഡ് ദെൻ ബാക്ക് ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ് അഗെയിൻ. ഈ ഇലക്ട്രിക്കൽ എനർജി എന്താകുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്. ആ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സിനാപ്സിൽ നിന്ന് വീണ്ടും ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറിയിട്ടാണ് തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് ഇത് പോകുന്നത്. സോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഒന്ന് ഇലക്ട്രിക്കൽ ടു കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇറ്റ് ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഫ്രം ദ ആക്സോൺ ഇൻ ടു സിനാപ്സ്. ആക്സോണിൽ നിന്ന് സിനാപ്സിലേക്ക് പോകണമെങ്കിൽ അവിടെ ഇലക്ട്രിക് സിഗ്നലായിട്ട് കെമിക്കലായിട്ട് മാറണം. അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അവിടെ നിന്ന് കെമിക്കലിൽ നിന്ന് വീണ്ടും ഇലക്ട്രിക്കലായി മാറുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ ക്രോസ് ദ സിനാപ്സ് ആൻഡ് ബൈൻഡ് ടു റിസപ്റ്റേഴ്സ് ഓൺ ഡെൻഡ്രൈറ്റ് ടു ദ അനദർ ന്യൂറോൺ ആൻഡ് ദ റിസപ്റ്റർ റിസീവ് ആൻഡ് പ്രോസസ് ദ മെസ്സേജ്. അങ്ങനെ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണോ അസറ്റൈൽ കൊളൈൻ ഉണ്ട്, ഡോപ്പമിൻ, അങ്ങനത്തെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ആ കെമിക്കൽസ് ഈ സിനാപ്സിലേക്ക് റിലീസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ഡെൻഡ്രൈനിലേക്ക് വീണ്ടും അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ബാക്ക് ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽസ് ആർ കൺവേർട്ടഡ് ബാക്ക് ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഈ 3 സ്റ്റെപ്പാണ് എന്ത് ചെയ്യുന്നത്, സിനാപ്സിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പഠിച്ചു വെക്കുക. ഈ ഓർഡറിങ്ങും മര്യാദയ്ക്ക് പഠിക്കുക കേട്ടോ. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്താണ് സിനാപ്സ് എന്നും ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു വെക്കുക. അടുത്ത് നോക്കിയേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിഫ്ലെക്സ് ആക്ഷൻ ആണ്. കഴിഞ്ഞ ദിവസം മിസ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഡിഫൈൻ റിഫ്ലെക്സ് ആർക്ക്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് ഒക്കർ ഡ്യൂറിങ് സ്നീസിങ്. അവിടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഒരു എക്സാമ്പിൾ തന്നിട്ട് നമ്മളോട് റിഫ്ലെക്സ് ആർക്ക് കൺസ്ട്രക്ട് ചെയ്യാനും ചോദിക്കും. അതും എഴുതാൻ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. അപ്പോൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇറ്റ് ഈസ് എ ന്യൂറൽ പാത്വേ ദറ്റ് കൺട്രോൾസ് ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്. അല്ലേ, നമ്മൾ അറിയാതെ ഇൻവോളണ്ടറി ആയിട്ട് സഡനായിട്ട് വരുന്ന ഒരു റെസ്പോൺസ് ആക്ഷൻ ആണ്. അതിൻ്റെ ഒരു പാത്വേനെ, ന്യൂറൽ പാത്വേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഭാഗങ്ങളും ഇത് ഓർഡറിൽ തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം എന്താ വരുന്നത്, സ്റ്റിമുലസ് ആണ്. ഈ സ്റ്റിമുലസിൽ നിന്ന് അത് സ്വീകരിക്കാൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സിൽ നിന്ന് നേരെ അത് എങ്ങോട്ടേക്ക് പോകുന്നു, സെൻസറി ന്യൂറോണിലേക്കാണ് പോകുന്നത്. സെൻസറി ന്യൂറോണിൽ നിന്ന് പിന്നെ നമ്മുടെ റിലേ ന്യൂറോണിലേക്കാണ് പോകുന്നത്. റിലേ ന്യൂറോണിൽ നിന്ന് റിപ്ലൈ മെസ്സേജ് മോട്ടോർ ന്യൂറോൺ വഴി എന്ത് സംഭവിക്കുന്നു, നമ്മുടെ എഫക്റ്റർ മസിലിലേക്ക് പോകുന്നു. ഈ എഫക്റ്റർ മസിലിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൈ വലിക്കാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആർക്ക്, ഇതൊരു ആർക്ക് ഷേപ്പിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് റിഫ്ലെക്സ് ആർക്ക് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതൊരു ഹീറ്റ് അല്ലെങ്കിൽ ഹോട്ട് പാനിൽ തൊടുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ സ്നീസിങ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് റിഫ്ലെക്സ് ആർക്ക് കൺസ്ട്രക്ട് ചെയ്യാം, അതെങ്ങനെ നിങ്ങൾക്ക് എഴുതും, ഇതുപോലെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ട് ക്വസ്റ്റ്യൻ റിഫ്ലെക്സ് ആർക്ക് എന്ന് വരുന്നതാണ്. അപ്പോൾ നോക്കുക, നെർവ് എൻഡിങ്സ് ലൊക്കേറ്റഡ് അറ്റ് ദ നേസൽ പാസേജ് ഐഡൻറ്റിഫൈ ദ ഇറിറ്റൻ എൻ്റർ ഇൻ ടു ദം. നമ്മൾ സ്നീസിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇറിറ്റൻ്റ് വരണം. അപ്പോൾ അതുവഴി ഒരു ഇറിറ്റൻ നമ്മുടെ നോസിലേക്ക് വരുന്നു. റിസപ്റ്റർ സെൻഡേഴ്സ് ഇൻഫർമേഷൻ ടു സ്നീസിങ് സെൻറ്റേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ബ്രെയിൻ. അവിടെ ആ മെസ്സേജ് സ്വീകരിക്കുന്ന ആരാണ്, നമ്മുടെ ബ്രെയിനാണ്, സെറിബ്രമാണ്. അല്ലെങ്കിൽ ഇവിടെ ബ്രെയിൻ സ്റ്റെമ്മിലേക്കാണ് പോവുക. ബ്രെയിൻ സ്റ്റെം ഇൻ ടേൺ സെൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ടു ദ ലങ്സ് ഓർ ഡയഫ്രം ടു റെസ്പോണ്ട്. തിരിച്ച് നമ്മൾ തുമ്മി അതിനെ പുറത്തോട്ട് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിൽ നിന്നുള്ള എയറിനെ കളയണം. അത് മെസ്സേജ് കൊടുക്കുന്നത് ഡയഫ്രത്തിലേക്കാണ്. സോ ഡയഫ്രം ആണ് അവിടെ ആ ഒരു റെസ്പോൺസ് നടത്തുന്നത്. സോ ഡയഫ്രം മൂവ്സ് അബ്നോർമലി, ചെസ്റ്റ് മസിൽസ് ഓൾസോ കോൺട്രാക്ട്. അവിടെ ചെസ്റ്റ് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട് ഇൻ റെസ്പോൺസ് ടു ഇൻസ്ട്രക്ഷൻ. അപ്പം ഈ ഒരു നെർവ്, നോസിലുള്ള നെർവ്സ് എന്ത് ചെയ്തു, നേരെ മെസ്സേജ് ബ്രെയിനിലേക്ക് കൊടുത്തു. ബ്രെയിനിൽ നിന്ന് നേരെ ഡയഫ്രത്തിലേക്കും കൊടുത്തു, നമ്മുടെ ചെസ്റ്റിലുള്ള മസിൽസിൽ കൊടുത്തു. അതുവഴി എന്ത് ചെയ്തു, ചെസ്റ്റ് മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും ഡയഫ്രം എന്ത് ചെയ്തു, ലങ്സിലേക്ക്, മീൻസ് ആ ഒരു മെസ്സേജിനനുസരിച്ച് ഡയഫ്രം ചുരുങ്ങുന്നു. ആൻഡ് എയർ ബ്ലോസ് ഔട്ട് ഫ്രം ദ നോസ് ആൻഡ് മൗത്ത് ഇൻസ്റ്റൻ്റ്ലി ആൻഡ് റാപ്പിഡ്ലി ആൻഡ് ഹെൻസ് സ്നീസിങ് ഒക്കേഴ്സ് ഇൻ റെസ്പോൺസ് ടു ദി റിട്ടേൺ. ആ ഒരൊറ്റ ടൈമിൽ ചെസ്റ്റ് മസിൽസും ഡയഫ്രം ഒരേപോലെ പ്രവർത്തിക്കുന്ന വഴി നമ്മുടെ നോസിൽ നിന്നും വായിൽ നിന്നും എന്ത് ചെയ്യും, എയർ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് കളയും. അതുവഴി ഇറിറ്റൻറ്റിനെ നമുക്ക് പുറത്തോട്ട് കളയാൻ പറ്റും. അപ്പം ഈ രീതിയിൽ സ്നീസിങ്ങും റിഫ്ലെക്സ് ആർക്ക് എഴുതാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാത്വേ പഠിച്ചു വെക്കാം. ഇനി അടുത്ത ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ്, നിങ്ങൾക്ക് 4 മാർക്കിനൊക്കെ ഡയഗ്രാംസ് വെച്ച് ചോദിക്കാറുള്ളതാണ് എന്താ, ബ്രെയിനിൻ്റെ സ്ട്രക്ചർ. ഇത് വരയ്ക്കാൻ ചോദിച്ചില്ലെങ്കിലും ഫിഗർ തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കുന്നതാണ്. സോ ഇതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ് നമ്മുടെ സെറിബ്രം. അതിനെ കവർ ചെയ്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ക്രേനിയം അല്ലെങ്കിൽ സ്കള്ളുണ്ട്. ഇവിടെ നമുക്ക് മിഡ് ബ്രെയിൻ കാണാം.
പിന്നെ ഇതാ ഇവിടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹിൻ ബ്രെയിൻ, ഏറ്റവും ബാക്കിലുള്ള ബ്രെയിൻ റീജിയൻ ആണ് പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, അതുപോലെ സെറിബൽ. അപ്പം നമുക്ക് ഫോർ ബ്രെയിൻ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ഭാഗം, ഏറ്റവും മിഡിലായിട്ട് വരുന്നതാണ് മിഡ് ബ്രെയിൻ, പിന്നെ ബാക്കിലായിട്ട് വരുന്നതാണ് നമ്മുടെ ഹൈൻ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ എവിടെ വരുന്നു എന്ന് പഠിച്ചു വെക്കാം. പിന്നെ താഴേക്ക് സ്പൈനൽ കോഡാണ് പോകുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഹൗ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആർ പ്രൊട്ടക്റ്റഡ്. എങ്ങനെയാണ് ബ്രെയിനും സ്പൈനൽ കോഡും പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ കണ്ടു ക്രേനിയം, സ്കള്ളുണ്ട് അല്ലേ, ഒരു ബോൺ പ്രൊട്ടക്ഷൻ അവർക്കുണ്ട്. സോ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ബോൺ മെംബ്രെയിൻസ് ആസ് വെൽ ആസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അല്ലേ. ബോൺസ് വെച്ചിട്ട് ഇവർ കവേർഡ് ആണ്. അതുപോലെ തന്നെ ഇവർക്ക് മെനിഞ്ചസ് ലെയേഴ്സ് ഉണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ബോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മെനിഞ്ചസ് ലെയേഴ്സ് ഉണ്ട്. സോ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സ്കൾ വൈൽ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ വെർട്ടിബ്രേ. വെർട്ടിബ്രൽ കോളം വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്പൈനൽ കോഡ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ബ്രെയിൻ ആണെങ്കിലും സ്പൈനൽ കോഡ് ആണെങ്കിലും ഒരു ബോണി കവറിങ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്കുണ്ട്. കൂടാതെ മെനിഞ്ചസ് ലെയേഴ്സും അവർക്ക് പ്രൊട്ടക്ഷന് ഒരു കുഷ്യനായിട്ട് ആക്ട് ചെയ്യാനുണ്ട്. മൂന്നാമതായിട്ട് വരുന്നതാണ് എന്ത്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ദിസ് ഫ്ലൂയിഡ് ഫ്ലോസ് ത്രൂ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പ്രൊട്ടക്ടിങ് സെൻട്രൽ നെർവസ് സിസ്റ്റം, നറിഷിങ് ഇറ്റ് ആൻഡ് റിമൂവിങ് വേസ്റ്റ് പ്രോഡക്ട്സ്. അപ്പം അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, ന്യൂട്രിയൻസ് നറിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ്. അതും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലും ബ്രെയിനിലും നമുക്ക് കാണാം. ഇവരാണ് എന്ത്, മേജർ ആയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബ്രെയിനിലും സ്പൈനൽ കോഡിലുള്ള ആൾക്കാർ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ ഒരു ഫിഗർ തന്നിട്ട് ഇത് ഏത് മൂവ്മെൻ്റ് ആണെന്നാണ് ചോദ്യം വരിക. അപ്പോൾ നമുക്കറിയാം ടച്ച് മീ നോട്ട് പ്ലാനിൽ വരുന്നത് ഏതാണ്, നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ് അല്ലേ. പ്രത്യേകിച്ച് ഡയറക്ഷനിലേക്കൊന്നും അല്ലാതെ വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഏത് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരിക. സോ മനസ്സിലാക്കി വെക്കുക, നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. അല്ലാതെ നമ്മൾ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് പഠിക്കുന്നുണ്ട്, ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇതുപോലെ ഫിഗേഴ്സ് തന്നിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കും. ഇവിടെ സ്റ്റെമ്മ് ലൈറ്റിനനുസരിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഫോട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയാം, പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം. ഇനി നേരെ മറിച്ചോ, ഇവിടെ റൂട്ട് താഴെ തിരിഞ്ഞിട്ടും സ്റ്റെമ്മ് മേലേക്കുമാണ് അല്ലേ. അപ്പോൾ സ്റ്റെം എന്താണ്, നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. റൂട്ട് എന്ന് പറയുന്നതോ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്കുമാണ്. അപ്പം സ്റ്റെമ്മിൻ്റെയും അതുപോലെ റൂട്ടിൻ്റെയും ജിയോട്രോപ്പിസം എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. ഇത് ജിയോട്രോപ്പിസത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫിഗർ തരും, എന്നിട്ട് ആ മൂവ്മെൻ്റ് ആണോ. അപ്പോൾ സ്റ്റെമ്മ് മേലേക്കാണെങ്കിൽ ഓർത്തോളാം ജിയോട്രോപ്പിസം, ഗ്രാവിറ്റിയും കൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ റൂട്ടായിരിക്കും. സൺലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഓർത്തോളാം അതെന്താണ്, ഫോട്ടോട്രോപ്പിസം ആയിരിക്കും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഓർക്കുക. സ്റ്റെം ആണെങ്കിൽ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം കാണിക്കും, റൂട്ട് ആണെങ്കിൽ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ് കാണിക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, സ്ക്വിറൽ ഇസ് ഇൻ എ സ്കെയറി സിറ്റുവേഷൻ, ഇറ്റ്സ് ബോഡി ഹാസ് ടു പ്രിപ്പയർ ഫോർ either fighting or running away. State the immediate changes that takes place in its body so that the squirrel is able to either fight or run. സ്ക്വിറലിൻ്റെ കേസിലാണ് പറയുന്നത്, ഒരു സ്കെയറി സിറ്റുവേഷനിലാണ്. നമ്മളും ഇതുപോലെ സ്കെയറി സിറ്റുവേഷനിൽ വരുമ്പം ഒന്നെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യും, അല്ലെ ഓടി രക്ഷപ്പെടാൻ നോക്കും. ഈ ടൈമിൽ നമ്മുടെ ബോഡി എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ഇമ്മീഡിയറ്റ് ചേഞ്ചസ് നടക്കുന്നതാണ്. അപ്പോൾ സ്ക്വിറലിൽ എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നതാണ് എന്ത്, ഇവിടെ നിങ്ങൾ കാണുന്ന അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൺട്രോളിങ് സിസ്റ്റമായിട്ടുള്ള ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇമ്മീഡിയറ്റ് സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹോർമോണിൻ്റെ ആക്ഷനും വരുന്നുണ്ടെന്ന് നോക്കാം. എന്തൊക്കെയാണ് സ്ക്വിറൽസ് ബോഡിയിൽ വരുന്നത്? അഡ്രീനാലിൻ കോസസ് ആൻ ഇൻക്രീസ് ഇൻ ഹാർട്ട് പമ്പിങ് റേറ്റ് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്. ഈ അഡ്രീനാലിൻ റിലീസ് ചെയ്യുന്നത് ആരാണ്? അഡ്രീനാലിൻ റിലീസ് ചെയ്യുന്നത് നമ്മുടെ അഡ്രീനാലിൻ ഗ്ലാൻഡുകളാണ്. അപ്പോൾ അഡ്രിനാലിൻ ഹോർമോൺ ആണ് ഇതിനു വേണ്ടി നമ്മളെ എന്ത് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് റെസ്പോൺസിന് കാരണമാക്കുന്നത്. ആൻഡ് ഇറ്റ് സപ്രസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഡൈജഷൻ്റെയോ റീപ്രൊഡക്റ്റീവ് ആക്ഷൻസോ ഒന്നും അപ്പം നടക്കില്ല. കാരണം വേണ്ട എനർജി എല്ലാം നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അഡ്രിനാലിൻ റഷിന് വേണ്ടിയിട്ടാണ്, അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ്. അതുപോലെ തന്നെ എന്താണ് ദ അമിഗ്ഡാല റെസ്പോൺസ് ടു ദ ത്രെറ്റ്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കീ റോള് വഹിക്കുന്ന ഒരു ഭാഗമാണ് അമിഗ്ഡാല. നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ ഇമോഷൻസിനൊക്കെ പെട്ടെന്ന് അതിനുള്ള റെസ്പോണ്ട് ആക്ഷൻ കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ, പ്യൂപ്പിൾ ഡയലേഷൻ നടക്കുന്നു. കാരണം ബ്ലഡ് പ്രഷർ കൂട്ടിയാലേ എല്ലാ സെല്ലിലേക്കും ഓക്സിജൻ പെട്ടെന്ന് സഡൻ ആയിട്ട് എത്തൂ. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്താലേ നമുക്ക് ഓടണേലും തിരിച്ച് ഫൈറ്റ് ചെയ്യണേലും നമുക്ക് ക്ലിയർ വിഷൻ പോസിബിൾ ആകുള്ളൂ. ആൻഡ് ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആൻഡ് റിലീസ് അഡ്രീനാലിൻ ഫ്രം ദ ഗ്ലാൻഡ്സ് നിയർ ദ കിഡ്നി. നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് വഴിയാണ്, സിമ്പത്തറ്റിക് സിസ്റ്റം വഴി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ബാക്കി ബോഡിയിലുള്ള എല്ലാ ആക്ഷൻസും നമ്മളിപ്പോൾ പറഞ്ഞ പ്യൂപ്പിൾ ഡയലേഷൻ ആണെങ്കിലും ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ പ്രോസസ്സുകൾ കാര്യമായിട്ട് നടക്കും. അപ്പം സിമ്പത്തറ്റിക്
നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും വരുന്നത്. അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റവും കൂടെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഹോർമോൺസിൻ്റെയും കമ്പൈൻ ആക്ഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ക്വിറൽ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസും ഡയഗ്രാംസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. അപ്പം നെക്സ്റ്റ് എക്സാമിൻ്റെ കാര്യങ്ങൾ മറക്കണ്ട. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ലൈവ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ലൈവും കാണുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യണം, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സെറ്റായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങളും ഫീഡ്ബാക്ക് ഡൗട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നിങ്ങളെ കാണാൻ വേണ്ടി മിസ് വരുന്നതാണ്. സീ യു സൂൺ ആൻഡ് ബൈ.